ഈ സ്ലാബിനുള്ളിലേക്ക് ഈ പൈപ്പ് വെച്ച് വെള്ളം അടിച്ചിട്ട് നിന്നതിനെ ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാ കുറേ നാട്ടുകാർ അവിടെ ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടേ. സംഭവം എന്താന്നേ ഇപ്പം കാണാട്ടോ, ഇത് വലിയൊരു സംഭവമാണ്. കണ്ടോ, കുറേ ആൾക്കാരുണ്ടേ, ജോലിക്ക് വന്നവരും നാട്ടുകാരും അവിടുത്തെ കുറേ ആൾക്കാർ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. സംഭവം ഇപ്പോൾ പറഞ്ഞാ സംഭവമേ, ഈ സ്ലാബിൻ്റെ ഉള്ളിൽ ഒരു മാളമുണ്ട്, ഒരു പെരിച്ചാഴി മാള തോന്നുന്നുണ്ട്. അതിനുള്ളിൽ വലിയൊരു പാമ്പ് കയറി പോയിട്ടുണ്ട്. നമ്മൾ സാധാരണ പാമ്പൊന്നുമല്ല കേട്ടോ, ഒരു വലിയ കിടിലം പാമ്പ്. നമ്മളെ സുജിത്ത് വയനാട് അവിടെ എത്തിയേക്കുന്നത് കേട്ടോ. സുജിത്ത് വയനാട് ഇപ്പം അതിന് പൊക്കിട്ടോ, നോക്കിക്കൊണ്ടേ ദാ പൊക്കി നോക്കിയേ. എൻ്റെ അമ്മോ, എന്തൊരു വലിയ രാജവമ്പാലയാണ് ഇത്. എന്താ വലുപ്പവും തടിയും. ഹോ, കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വന്നിട്ടുണ്ട് അല്ലേ. കണ്ടോ, അതിനെ പിടിച്ച് പൊക്കി കൊണ്ടുവന്നിട്ടോ. കണ്ടോ, അതേ നാട്ടുകാരെ കണ്ടപ്പോഴേ ഈ മാളത്തിനുള്ളിൽ കയറി പോയതാണേ. അങ്ങനെ അവിടുത്തെ ഒരാൾ ഈ നമ്മൾ സുഹിത്തേട്ടനെ വിളിച്ച് ആദ്യം നാട്ടുകാരൊന്നും വിശ്വസിച്ചില്ല. അവർ ചേരേന്നൊക്കെ പറഞ്ഞത് കേട്ടോ. പിന്നീട് അവിടുത്തെ ഒരാൾ സംശയം പറഞ്ഞത് രാജാമ്പാലി എന്ന്. അങ്ങനെയാണ് മൂപ്പരെ വിളിച്ചത്, സുഹിത്തേട്ടനെ വിളിച്ചത്. സുഹിത്തേട്ടൻ ഇവിടെ എത്തി അവർ സംശയം തീർത്തു കൊടുത്ത്. സംഭവം രാജാമ്പാലിന് കേട്ടോ. എന്തൊരു വലുപ്പം നോക്കും. നമ്മൾ ചെയ്ത പാമ്പുകളുടെ മിക്ക വീഡിയോകളിൽ നമ്മൾ പാമ്പിനെ സേഫായ സ്ഥലത്ത് തുറന്നു വിട്ട് അല്ലെങ്കിൽ ഉൾക്കാട്ടിൽ തുറന്നു വിട്ട് അങ്ങനെ പറയലുണ്ട് കേട്ടോ. അതാ ഇത് കണ്ടോളി, ഇതാണ് അതിന് ഉദാഹരണം കേട്ടോ. കണ്ടോ, ഈ രാജമ്പാലിനെ സേഫായ ഒരു സ്ഥലത്ത് തുറന്നു വിടുകയാണേ. കണ്ടോ, അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഇത് അവർ മാത്രമല്ല, വനംവകുപ്പിൻ്റെ ഒരു ജീവനക്കാരൻ കൂടി ഉണ്ടാവും കേട്ടോ. അവരും കൂടി ഉള്ള സാന്നിധ്യത്തിലാണ് ഇതിനെ തുറന്നു വിടുക കേട്ടോ. കണ്ടില്ലേ.